ഫാമിലി, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വൈറലായ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏതാണ് ആ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതാണ് ആ പ്രൊഡക്റ്റ് കേട്ടോ. വാസ്ലിൻ്റെ ഗ്ലൂട്ട ഹെയർ സെറമിൻ ലോഷൻ. നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം എല്ലാവരും ഭയങ്കര ഹൈപ്പിൽ നിർത്തിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വാസ്ലിൻ്റെ ഈ ഒരു സെറമിൻ ലോഷൻ്റെ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ സംഭവിച്ചത്, എനിക്ക് വല്ല മാറ്റങ്ങളും സംഭവിച്ചോ, എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. ഇത് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഹൈഡ്രേറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും, ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആവും. അൺഈവൻ സ്കിൻ ടോൺ ആണെന്ന് വെച്ചാൽ ഈവൻ സ്കിൻ ടോൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റി ഒന്ന് ക്ലിയർ സ്കിന്നാക്കാൻ ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഭയങ്കര ഡൾ സ്കിന്നാണെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കും. ഒരു ഗ്ലോ തരാനൊക്കെ ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ നിയാസനമൈഡ് ഉണ്ട്, മെയിനായിട്ടുള്ളത് ഗ്ലൂട്ടോതയോൺ ഉണ്ട്. നമ്മളിത് ഗ്ലൂട്ടോതയോൺ ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഇത് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ വെളുത്തിട്ട് പാറാമെന്നുള്ളത് കേട്ടോ. അങ്ങനെ വെളുത്തിട്ടൊന്നും പാറില്ല, പക്ഷെ കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഉള്ള ഒരു ഐറ്റമാണ് ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലിസറിൻ ഉണ്ട്, പെട്രോളിയം ജെല്ലി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിൻ എന്താക്കുന്ന വെച്ചാൽ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൽ പാരബൻസ് ഉണ്ട്, പെർഫ്യൂംസ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അധികം മണമുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ഇഷ്ടമല്ല, പക്ഷെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ്. അധികം ഞാൻ അങ്ങനെ പെർഫ്യൂം വരുന്ന ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇതൊരു ഹൈപ്പ് കൊടുത്ത് നിൽക്കുന്ന ഐറ്റം ആയതുകൊണ്ട് എന്തായാലും വാങ്ങി യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിവ്യൂ തരാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ പാരബൻസ് ഉണ്ട്. നിങ്ങൾ പാരബൻസ് ഒന്നും അടങ്ങിയ ഐറ്റംസ് യൂസ് ചെയ്യില്ല, പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഇതെന്തായാലും നിങ്ങൾ വാങ്ങിക്കരുത്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണെന്ന് വെച്ചാൽ പണി തരാൻ നല്ല ചാൻസസ് ഉള്ള ഐറ്റമാണ് കേട്ടോ ഇതെന്താന്ന് വെച്ചാൽ പിന്നെയും കുരു വരാനും പെർഫ്യൂംസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അലർജി വരാനൊക്കെ ഇതൊരു കാരണമാണ്. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ഒരു അനുഭവം എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫേസിൽ ചെറിയ ചെറിയ കുരു വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതങ്ങനെ യൂസ് ചെയ്ത് അത് മാറാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യണതെങ്കിൽ എനിക്ക് ഫേസിന് അത്ര വലിയ മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മളെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി നിൽക്കാനും ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഒന്നൊരു ഗ്ലോ ആക്കാനൊക്കെ ഇത് അടിപൊളിയായിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് തോന്നിയത്. കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്കിത് ഫേസിലിട്ടിട്ട് വലിയൊരു മാറ്റവും അത്ര ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആക്കി നിർത്തില്ല കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഹൈഡ്രേറ്റ് ആക്കി നിർത്തും. അത് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വലിയൊരു പ്രൊഡക്റ്റാണ് എന്നുള്ളത് കേട്ടോ. കാരണം ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇതിൻ്റെ റിസൾട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു നോർമൽ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് റിസൾട്ട് തന്നു എന്ന് വെക്കും, പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് റിസൾട്ട് തരുന്ന പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ക്ലെൻസിങ്ങും ടോണിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. മസ്റ്റായിട്ട് സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ഇട്ട് പുറത്ത് പോവരുത്. കാരണം ഇതിൽ ഗ്ലൂട്ടോതയോൺ ഉണ്ട്, പാരബൻസ് ഉണ്ട്. നമ്മൾ ഇത് മാത്രം ഇട്ടിട്ട് പുറത്ത് പോയി എന്ന് വെച്ചാൽ സൺലൈറ്റ് കൊള്ളുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും, പെട്ടെന്ന് ടാൻ ആവും. അതുപോലെ തന്നെ കുരുവൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇത് മാത്രം ഇട്ട് പുറത്ത് പോവരുത്. നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഡാർക്ക് ആവും കേട്ടോ അങ്ങനെ പോയി എന്ന് വെച്ചാൽ. പിന്നെ ഇത് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യാൻ. നമ്മളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതൊന്ന് യൂസ് ചെയ്യാം കേട്ടോ നമ്മളുടെ ഹോൾ ബോഡിയിൽ. ഇത് പക്ഷെ ഭയങ്കര ഹൈഡ്രേറ്റ് ആവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബോഡിയിൽ കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ചിലവർക്ക് റിസൾട്ട് തരും, ചിലവർക്ക് റിസൾട്ട് തരില്ല. ചിലവർക്ക് ഫേസിലായിരിക്കും റിസൾട്ട് തരിക, ചിലവർക്ക് ബോഡിയിലായിരിക്കും റിസൾട്ട് തരിക. നിങ്ങളിത് വാങ്ങി യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് റിസൾട്ട് തരിക എന്നുള്ള കാര്യം
അറിയുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണിച്ചത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്സ്ചറാണ് കേട്ടോ. ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. ഫേസിലൊക്കെ ഇടുന്ന ടൈമിൽ പെട്ടെന്ന് ബ്ലെൻഡ് ആവും. ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര മൈൽഡായ സ്മെല്ലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രഷ് ആയൊരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. ഇത് ഹോൾ ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നും അല്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു സ്മെല്ല് കൂടിയാണ്. അതുകൊണ്ടോ ഞാൻ ഈസി ആയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനുണ്ടല്ലോ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗ്ലോ തരുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാരബൻസ് ഉണ്ട്, പെർഫ്യൂം ഉണ്ട്. അത് മാത്രം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആയി തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏകദേശമുള്ള പ്രോഡക്ട്സിലും ഇതുപോലെ തന്നെയാണല്ലോ. ഷാമ്പൂലാണെന്ന് വെച്ചാലും എല്ലാത്തിലും കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കണില്ലല്ലോ. അപ്പോൾ ഇതാണ്ടോ ചെറിയൊരു ഗ്ലോ. ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇട്ടിട്ട് കാണിച്ചു തരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ ഡിഫറൻസ് കണ്ടോ? ഇത് കുറച്ച് കൂടിപ്പോയിട്ടോ. ഞാൻ എടുത്തൊരൈറ്റം കുറച്ച് കൂടിപ്പോയി. പെട്ടെന്ന് വേഗം ഒന്ന് ഇടട്ടെ കേട്ടോ. പെട്ടെന്ന് അബ്സോർബ് ആവണ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതാണ്ടോ ഒരു ഗ്ലോ കണ്ടോ? അപ്പോൾ ഈ ഒരു ഗ്ലോ എനിക്ക് ഫേസിൽ അധികം നേരം നിൽക്കണില്ലെങ്കിലും എനിക്ക് ഈ ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഡ്രൈ സ്കിന്നാണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യണ്ടെന്നാണ് പറയുള്ളൂ കേട്ടോ. ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യണത് നല്ലതാണ്. പക്ഷെ നമ്മുടെ ആ ഡ്രൈനെസ് ഒന്നും അധികം മാറ്റാനുള്ള ആ ഒരു അപ്ലൈ ചെയ്യുന്ന ടൈമിലുള്ളൊരു സോഫ്റ്റ്നെസ്സും പിന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതാണ്ടോ കൈ ഇപ്പൊ കൈത്തെ മാറ്റം കണ്ടോ? ഇതിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു 7 days ആകുമ്പോഴേക്കും തന്നെ നമ്മളുടെ സ്കിന്നിൽ ഒന്ന് ചേഞ്ചസ് അറിയാൻ തുടങ്ങും. സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവണ പോലെയും ഹൈഡ്രേറ്റ് ആവണ പോലെയും പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മെല്ലെ മങ്ങി വരണ പോലെയൊക്കെ ഒരു 7 days മതി കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പവർഫുൾ ഇൻഗ്രീഡിയൻസ് കാരണമാണ് കേട്ടോ. കാരണം ജാവ ഭയങ്കര പവർഫുള്ളാണ് പറയണ പോലെ ഇതും ഭയങ്കര പവർഫുൾ ആയൊരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു 7 days നമ്മളുടെ സ്കിന്നൊന്നും ബ്രൈറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു ഇതും സംശയം ഒന്നും വേണ്ട. അതല്ലേ അതൊന്നും ആവശ്യമില്ല. ഇതെന്തായാലും ചേഞ്ച് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളിത് മെയിനായിട്ട് വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട് എന്ന് ഉള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. കാരണം നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ആക്കാൻ ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു കാര്യം, വെളുത്തിട്ട് പാറാൻ പോണില്ല, വെളുത്തിട്ടൊന്നും പാറില്ല. ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലാണ്ട് നമ്മുടെ ഹോൾ ബോഡി ഗ്ലൂട്ടോത്തയോൺ എന്തായാലും ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന ബ്രൈറ്റ്നെസ് പോലെയൊന്നും ഇത് നമ്മൾ ഇവിടെയൊന്നും പുറത്ത് യൂസ് ചെയ്തിട്ട് വരുന്ന നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയൊന്നും ഇത് വരില്ല. കാരണം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. പിന്നെ ഒരു ഡൗട്ടാണ്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ? ഞാൻ യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും വരണ പോലെ തോന്നിയില്ല. പക്ഷെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് പിമ്പിൾസ് വരും, ഇല്ലെങ്കിൽ പെട്ടെന്ന് അലർജി ആവും എന്നുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല കേട്ടോ. ഇതെന്തായാലും ഒഴിവാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പിമ്പിൾസ് വരുന്ന പോലെ ആയിരിക്കും, ചിലർക്ക് ഭയങ്കര ഡാർക്ക്നെസ് ആവണ പോലെ ആയിരിക്കും. ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഓരോരോ റിസൾട്ടാണ് ഇത് തരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും. കാരണം എൻ്റെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണ്. അപ്പോൾ എനിക്ക് ഡ്രൈ സ്കിന്നിനെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. വേറെ ഏതെങ്കിലും സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പണി കിട്ടിയ ആൾക്കാരാണ് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പിമ്പിൾസോ ഡാർക്ക്നെസ്സോ എന്തെങ്കിലും ഒരു അലർജിയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, വിത്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പും കൂടിയിട്ട്.
കൂടിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് വർക്കായി നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. ചെറുതായിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കിത് ബോഡി ലോഷനായിട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഫേസിലൊന്നും എനിക്ക് അത്ര വർക്ക് ആവണ പോലെ തോന്നിയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പറയണ്ടല്ലോ, വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊച്ചു ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ, എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുക. ലവ് യു.